ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണ മീനാണ് കേട്ടോ. അപ്പോൾ അക്വാപോണിക്സിൻ്റെ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യണ മീനാണ്. അപ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായിക്കണു. ഗിഫ്റ്റ് തിലാപ്പിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ 6 മാസം ആയിട്ടാണിത് ഹാർവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം ആയിക്കണു. അപ്പോൾ ഈ മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10 മീനോളം ഇങ്ങനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-2.5 കിലോ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ നമ്മൾ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വാലും തലയും മാത്രം ആക്കി വെച്ചതാണ്, കളയാതെ വെച്ചതാണ്. പിന്നെ വേണ്ടത് നാരങ്ങാനീര്, അതൊരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരെടുത്തതാണ്. പിന്നെ ഈ മീനിന് ആവശ്യമായ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അത് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, നമ്മുടെ എരിവിന് അനുസരിച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇത്രയും മീനിന് എത്ര ഉപ്പാണ് ആവശ്യം അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആ വലിയ നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുരുവൊന്നും ഇല്ലാതെ നാരങ്ങയുടെ നീരെടുത്തിട്ട് നമ്മൾ മസാലയിലൊന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ നമ്മൾ ഓരോ മീനെടുത്തിട്ട് അത് മസാല ആക്കാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഓരോ മീനെടുത്തിട്ട് നമുക്കതിൻ്റെ മസാല എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്യുക. ഉള്ളിലും പുറത്തുള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ എല്ലാ മീനിൻ്റെയും മേത്ത് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷുമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ മീനും നമ്മൾ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 10 മിനിറ്റ് അല്ല, നമ്മളൊരു അരമണിക്കൂറോളം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് പൊള്ളിക്കാം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ മേത്ത് പിടിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മീനിൻ്റെ മേത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിക്കണ എങ്ങനെയെന്ന് വെച്ചാൽ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ ഓരോ മീൻ വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു തണ്ട് വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതൊന്ന് ടൈ ചെയ്യാണ് ചെയ്യണത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എല്ലാ മീനും മടക്കി മസാല ഒക്കെ മടക്കി ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ മീനുകളും ഇങ്ങനെ വാഴൻ്റെ ഇലയിൽ മടക്കി മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പൊള്ളിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അത് നമ്മൾ ഓരോ മീനും അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മീനിന് ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് അത് വേവിക്കണം. ഇതിൻ്റെ മസാലയും മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും. അതുവരെ നന്നായിട്ട് നമ്മളെ മീൻ അതിൽ കിടന്നിട്ട് വേവണം. അപ്പോൾ ഇതിന് വാഴൻ്റെ ഇലയിലായത് കാരണം ഒരു പ്രത്യേക ഫ്ലേവറും രസമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യണം. അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ട് പൊള്ളിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടോടുക്കനെ ഇത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആവി പറക്കണ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നല്ലപോലെ നിന്ന് ഗ്രേവിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ മീൻ ആവശ്യമുള്ളവർ ഒന്നും കൂടിയും പറയാണ്, കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.